നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് GI ടാഗ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഒരു പ്രത്യേക വ്യവസായിക ഉൽപ്പന്നത്തിന് അതിന്റെ ദേശപരമായ സവിശേഷതകളാലോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാലോ പരമ്പരാഗതമായ മേന്മയാലോ ലഭ്യമാകുന്ന പദവിക്കാണ് ഭൗമസൂചിക അതായത് GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഗുണമേന്മ, നിർമ്മാണ വൈദഗ്ധ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡാർജിലിംഗ് തേയിലയാണ് ഇന്ത്യയിൽ ആദ്യമായി GI രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ആറന്മുള കണ്ണാടിക്കാണ് ആദ്യമായി ഈ പദവി ലഭിച്ചത്. ഓരോ രാജ്യത്തെയും ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക നൽകുന്നത് അതത് രാജ്യത്തെ ഓഫീസിലാണ്. ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിലാണ് GI രജിസ്ട്രി. ആറന്മുള കണ്ണാടി, മുതലമട മാമ്പഴം, മറയൂർ ശർക്കര, അട്ടപ്പാടി ആട്ടുകൊമ്പ്, അമര, അട്ടപ്പാടി തുവര, ഓണാട്ടുകര എള്ള്, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി തുടങ്ങി തിരൂർ വെറ്റിലയും തലനാട് ഗ്രാമ്പവും വരെ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ വേറിട്ട് നിൽക്കുകയാണ്. അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പോലെ കാണേണ്ട ഒന്നല്ല കേരളത്തിലെ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്ന് സാരം. ഒരു ഉൽപ്പന്നം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഉടൻ ഉൽപ്പന്നത്തിന്റെ വിവരശേഖരം അതത് രാജ്യത്തെ രജിസ്ട്രികൾ ആഗോള വ്യാപാര സംഘടനകളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതിലൂടെ രജിസ്ട്രേഷൻ ആഗോള വ്യാപാര സംഘടന അംഗരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 10 വർഷത്തേക്കാണ് ആദ്യഘട്ടത്തിൽ GI രജിസ്ട്രേഷൻ, പിന്നീടത് പുതുക്കണം. ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഭൗമസൂചിക പദവിയുടെ അവകാശം. ബന്ധപ്പെട്ട ഉൽപ്പന്നത്തിന്റെ അവകാശം ബന്ധപ്പെട്ട ദേശത്തിൻ്റെതാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് GI രജിസ്ട്രേഷൻ. ഒരു കമ്പനിയോ സംരംഭമോ ആണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മേലുള്ള അവകാശം വ്യക്തി അല്ലെങ്കിൽ കമ്പനിക്ക് മാത്രം. രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവർക്കും അതല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിനുള്ളിൽ താമസിക്കുന്നവർക്കും മാത്രമേ GI രജിസ്ട്രേഷൻ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പേര് ഉപയോഗിക്കാനാകൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് ലഭിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ 30-ൽ പരം ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ഭൗമശാസ്ത്ര പദവി ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി ഒരു വൃക്ഷത്തിന് ഭൗമസൂചിക പദവി എന്ന നേട്ടം നിലമ്പൂർ തേക്കിനാണ്. ഭൗമസൂചിക പദവിയുടെ സാധ്യതകളെപ്പറ്റി കേരളീയർ കൂടുതൽ ബോധവാന്മാരായി. സമാന രീതിയിൽ ഭൗമസൂചിക പദവി ലഭിച്ച 24ാമത്തെ കേരളീയ ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. ഇരുമ്പിന്റെ അംശം കൂടിയതും സോഡിയത്തിന്റെ അളവ് കുറവുള്ളതുമാണ് മറയൂർ ശർക്കരയെ മറ്റു ശർക്കരകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. GI രജിസ്ട്രേഷൻ ഉള്ളതിനാൽ തന്നെ ആഗോള വിപണിയിൽ കേരളത്തിലെ ആറന്മുള കണ്ണാടിക്ക് ലക്ഷം രൂപയോളം വിലമതിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂർ, താനൂർ, തിരൂരങ്ങാടി, കുറ്റിപ്പുറം, മലപ്പുറം, വേങ്ങര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സവിശേഷത തരം വെറ്റിലയായ തിരൂർ വെറ്റിലയും ഭൗമസൂചിക പദവി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇരുണ്ട പച്ചനിറവും വലിപ്പമുള്ള ലങ്കാപ്പാൻ എന്ന കണ്ണി വെറ്റിലി ഉൾപ്പെടെ പാകിസ്ഥാനിലെ മുറുക്കുകാരുടെ വരെ മനം കവരുന്നതാണ് തിരൂർ വെറ്റില ഇനങ്ങൾ. കൊതിപ്പിക്കുന്ന സുഗന്ധവും ലഹരിയും പകരും ഈ തളിരിലകൾക്ക് അതിർത്തിക്കപ്പുറവും ആരാധകരേറെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. GI രജിസ്ട്രേഷനുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്തർദേശീയ വിപണിയിൽ ഉയർന്ന വില ലഭിക്കും. രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഉൽപ്പന്നമായും GI രജിസ്ട്രേഷനുള്ള ഉൽപ്പന്നം മാറുന്നു. GI ഉൽപ്പന്നങ്ങൾക്ക് നിയമസംരക്ഷണമുള്ളതിനാൽ അതിന്റെ അനധികൃത വിൽപ്പന തടയിടാവുന്നതാണ്. ഇതോടെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും കൂടുകയും അത് സാമ്പത്തിക അഭിവൃദ്ധികളിലേക്ക് വഴി തുറക്കുകയും ചെയ്യുന്നു. കണ്ടുപിടുത്തങ്ങൾക്കുള്ള പാറ്റന്റിന് സമാനമാണ് കാർഷിക, കരകൗശല, ഭക്ഷ്യ, പ്രകൃതി വിഭവ മേഖലകളിലെ ബൗദ്ധിക സ്വത്തവകാശം. 2002-ൽ GI നിലവിൽ വന്നതിന് ശേഷം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര മൂല്യം വർദ്ധിക്കുന്നുണ്ട്. ഇതേ ഉൽപ്പന്നം മറ്റാർക്കും വിപണനം ചെയ്യാനാവില്ല, പ്രത്യേക ബ്രാൻഡായി അംഗീകരിക്കും തുടങ്ങിയ ഗുണങ്ങൾ ഇതുവഴി ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നു. GI ടാഗിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.